കഥാവേദിയിൽ അടുത്തതായി കവിതയ്ക്കൊപ്പം 21ാം നൂറ്റാണ്ടിന്റെ നടുക്കളത്തിലിറങ്ങുന്നത് പങ്കെടുക്കുന്നത് പി രാമൻ, ഒ പി സുരേഷ്, കൃപ അമ്പാടി, സജയ് കെ. കവിത, മലയാള കവിത 21ാം നൂറ്റാണ്ടിലെ നൂറ്റാണ്ടിലെ മലയാള കവിത ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെഷനാണ് ഇത്. മോഡറേറ്റർ എന്ന നിലയ്ക്ക് മോഡറേഷൻ പാലിക്കുക എന്നതാണ് എൻ്റെ തീരുമാനം. അധികമൊന്നും സംസാരിക്കാതിരിക്കുക. എൻ്റെ കൂടെയുള്ള കവികൾ ശ്രീകാന്ത് താമരശ്ശേരി, പി രാമൻ, ഒ പി സുരേഷ്, കൃപ അമ്പാടി. ഈ 4 പേരും 20ാം നൂറ്റാണ്ടിൽ നിന്ന് ഏതാണ്ട് എന്നെപ്പോലെ തന്നെ സഞ്ചരിച്ച് 21ാം നൂറ്റാണ്ടിലേക്ക് കവിതയോടൊപ്പം എത്തിച്ചേർന്നവരാണ്. ഈ പുതുനൂറ്റാണ്ട് തങ്ങളുടെ കവിത്വത്തെ എങ്ങനെയെല്ലാം രൂപാന്തരപ്പെടുത്തുന്നു എന്നാവും ഇവിടെ ചർച്ച ചെയ്യപ്പെടുക. രാമന്റെ ഒരു പഴയ കവിത ഞാൻ ഓർമ്മിക്കുകയാണ്. ആദ്യകാല കവിത, ആദ്യ സമാഹാരത്തിലെ കവിത, ആഴമേ നിന്റെ കാതലിൽ മീനുകൾ കൊത്തുവേല ചെയ്യുന്നു. അത് കവികർമ്മത്തെ കുറിച്ച് കൂടിയുള്ള ഒരു കവിതയായി നമുക്ക് വായിക്കാം. ആഴത്തിന്റെ കാതലിൽ ഏകാഗ്രമായി നടത്തപ്പെടുന്ന ഒരു കൊത്തുപണിയാണ്, അഥവാ ജലത്താലുള്ള കൊത്തുപണിയാണ് കവിത. രൂപമില്ലാത്ത ഒന്നും രൂപം കൊടുക്കാനുള്ള ആഴങ്ങളിൽ വെച്ച് നടക്കുന്ന, ആഴങ്ങളിലെ നിശബ്ദതയിൽ വെച്ച് നടക്കുന്ന ഒരു ശ്രമമാണ് കവിത. രാമന്റെ ഏറ്റവും പുതിയ സമാഹാരം നനഞ്ഞ മിന്നൽ എന്ന സമാഹാരത്തിൽ മുഖമില്ലാത്ത ഒരു അമ്മയുടെ മുലപ്പാലാണ് ഭാഷ എന്നൊരു വരി കാണാം. അപ്പോ ഇതായിരിക്കാൻ രാമന്റെ കവിത സഞ്ചരിച്ച ഭാഷാപരമായൊരു ഭാഷാവൃത്തിയാണല്ലോ കവിത. ഈ ആഴങ്ങളിലെ കൊത്തുവേലയിൽ നിന്ന് മുഖമില്ലാത്ത ഒരു അമ്മയുടെ മുലപ്പാലാണ് എന്ന അഭയ വാസനയിലേക്കുള്ള ഈ സഞ്ചാരത്തെ പറ്റി രാമൻ സംസാരിച്ചു തുടങ്ങും. നമസ്കാരം. ഞങ്ങളൊക്കെ നേരത്തെ സജയ് സൂചിപ്പിച്ച പോലെ 90കളിൽ എഴുതി തുടങ്ങിയവരാണ്. 2000ത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ആദ്യ പുസ്തകം എനിക്ക് തോന്നുന്നു കൃപയും ശ്രീകാന്തുമാണ് കുറച്ച് വൈകി പുസ്തകം ഇറക്കിയത്. ഒരുമാണ് 20ാം നൂറ്റാണ്ടിന്റെ ഒരു സന്ധി നിൽക്കുന്നൊരു സമയത്ത്, 90കളുടെയൊക്കെ അവസാനം വരാൻ പോകുന്ന നൂറ്റാണ്ടിനെ കുറിച്ച് വലിയ ആശങ്കകളും സ്വപ്നങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു. 21ാം നൂറ്റാണ്ട് അതൊരു ഭയങ്കര നൂറ്റാണ്ടായിരിക്കും, അതൊരു വലിയ സംഭവമാണ് എന്നൊക്കെ അന്ന് നമ്മൾ എല്ലാവരും കരുതിയിരുന്നു. ഇപ്പൊ നമ്മളത് ആ സ്വപ്നത്തിന്റെ നടുക്ക് എത്താറായിരിക്കുന്നു, അല്ലെ? 4 നൂറ്റാണ്ട് കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് കാലം പോയത് എന്ന് നമുക്ക് തോന്നും. 21ാം നൂറ്റാണ്ട് കാൽ ഭാഗം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ഞങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ എന്താണ് നമ്മൾ വിചാരിച്ചതുപോലെ അത്ര വലിയൊരു മാറ്റം ലോകത്തിനും കവിതയ്ക്കും ഒക്കെ ഉണ്ടായില്ലേ? അതെങ്ങനെയാണ് നമ്മുടെ എഴുത്തിൽ ആ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പറ്റും എന്ന് ആണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിലെ പ്രധാന ചോദ്യം കവിതയിലേക്ക് വരും മുമ്പ് ലോകത്ത് എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ യുദ്ധങ്ങൾ, ലോകത്തിന്റെ പ്രയാസങ്ങൾ, കഷ്ടതകൾ ഒക്കെ അതേപടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് 90കളിലൊക്കെ 95, 93, 94, 95 കാലത്തൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇപ്പൊ സരായേവോ പോലെ ഒരു നഗരം, അതൊക്കെ അവിടെ നടന്ന ബോസ്നിയൻ യുദ്ധമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എത്ര വലിയ വംശീയ ഹത്യകളാണ് അവിടെ നടന്നത് എന്ന് ഓർമ്മിക്കണം. അപ്പൊ അന്ന് ആ ഭാഷകളിലൊക്കെ അതിനെ കുറിച്ചുള്ള കവിതകൾ ഉണ്ടായി. അല്ലെങ്കിൽ പലസ്തീൻ ഇഷ്യൂ അന്ന് ഇന്നും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരേപോലെ ഇന്ന് പുതിയ സ്ഥലങ്ങൾ, പുതിയ പേരുകൾ നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രം. ഇന്ന് ഉക്രൈനെ പറ്റി നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, സ്ഥലപ്പേരുകൾ മാറുന്നുണ്ടാവാം. ബിസ്ലാവ ഷിംബോസ്ക പറഞ്ഞതുപോലെ മനുഷ്യന്റെ വേദനകൾ, മനുഷ്യന്റെ പീഡനങ്ങൾ, ചരിത്രാതീത കാലത്തിൽ നിന്ന് ആരംഭിച്ച പീഡനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ
നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഫ്യൂഡൽ ലോകത്ത് നിന്ന് ഫ്യൂഡൽ അല്ലെങ്കിൽ കൊളോണിയൽ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാലത്തും ലോകത്തും നിന്ന് ജാതി മത കാലത്തിന്റെ ലോകത്ത് നിന്ന് നമ്മൾ ജനാധിപത്യത്തിന്റെ ലോകത്തേക്ക് മാറി. അത് ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് തന്നെ സംഭവിച്ചു. പക്ഷെ ആ മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഭാഗം പിന്നിടുമ്പോഴും ഇപ്പോഴും ഫ്യൂഡൽ ബാധയുള്ള ഒരു സമൂഹമാണ്. ആ കാലം പൂർണ്ണമായിട്ട് ഇല്ലാതെയോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂഡൽ കാലം, ജാതി മത കാലം പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യവുമായിട്ട് നമ്മൾ പൂർണ്ണമായ രീതിയിൽ പൊരുത്തപ്പെട്ടിട്ട് പോലുമില്ല. ജനാധിപത്യവുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നടക്കുകയല്ലേ എന്ന് പോലും സംശയം തോന്നാറുണ്ട്. ആ പഴയ കാലം ഇല്ലാതെയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പഴയ പലതും ആറ്റൂരിന്റെ കവിതയിൽ പറഞ്ഞതുപോലെ പകലെ നമ്മൾ താണ്ടിയ നീളം മുഴുവനും ഒരു വലിയാൽ പുറകോട്ടാക്കുന്ന ഒരു ഭൂതം ഇപ്പോഴും നമ്മുടെ ഭാഷയിൽ നിലനിൽക്കുന്നുണ്ട്. ഭാഷയിലും ലോകത്തിന്റെ ഭാഷയിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര മുന്നോട്ട് പോയാലും പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഭൂതമുണ്ട് എന്ന് തന്നെ ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ചില മാറ്റങ്ങൾ, ഇപ്പൊ മീഡിയയെ കുറിച്ച് ഞാൻ പറഞ്ഞു, മാധ്യമങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കവിതയിൽ അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ ഭാഷയിലൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി തുടങ്ങിയ കാലത്ത് അച്ചടി മാധ്യമങ്ങളുടെ കാലമായിരുന്നു. പിന്നീട് ബ്ലോഗുകൾ വന്നു. ഇന്റർനെറ്റ് വന്ന ആ ആദ്യ കാലത്ത് ബ്ലോഗുകൾ വളരെ ആവേശപൂർവ്വം ആൾക്കാര് ബ്ലോഗുകൾ ഉണ്ടാക്കുകയും അതിൽ എഴുതുകയൊക്കെ ചെയ്തു. പിന്നീട് സോഷ്യൽ മീഡിയ, മറ്റേ ഫേസ്ബുക്ക് പോലെയൊക്കെയുള്ള മാധ്യമങ്ങൾ വന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രതാപകാലമാണ് അല്ലെ. ഇതൊക്കെ ഉണ്ടാക്കുന്ന കവിതയിലേക്ക് ഭാഷയിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ 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 മാറ്റങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രമേയ തലത്തില് മലയാള കവിതയുടെ ചരിത്രം എന്ന് പറയുന്നത് എക്സ്പാൻഷന്റെ ചരിത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുമണ്ഡലം എന്ന നിലയിൽ, സൂക്ഷ്മ സംവേദന ശേഷിയുള്ള ഒരു പൊതുമണ്ഡലം എന്ന നിലയിൽ കവിത ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കേൾക്കാത്ത പുതിയ പുതിയ ശബ്ദങ്ങൾ കവിതയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതില് മലയാള കവിതയിലെ അടുത്ത കാലത്ത് സംഭവിച്ച 21-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച പ്രധാനപ്പെട്ട 2-3 മാറ്റങ്ങള്, ഈ എക്സ്പാൻഷൻ ചരിത്രത്തിൽ സംഭവിച്ച 2-3 മാറ്റങ്ങൾ. ഒന്ന്, ആദ്യം എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ലിംഗപരമായ മലയാളിയുടെ അത്തരം ഈ എന്താ പറയുക യാഥാസ്ഥിതികതകൾ മുറിച്ചു കടക്കാൻ മലയാള കവിത ഇന്ന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന മാറ്റം. ലിംഗപരമായ യാഥാസ്ഥിതിക ബോധങ്ങൾ മുറിച്ചു കടക്കുകയും പുതിയൊരു ലിംഗബോധത്തിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുപോവുകയും ചെയ്യാൻ പോകുന്ന എഴുത്തുകാര് ഉണ്ടായി. അത് മുമ്പില്ലാത്തതാണ്. ആദ്യയെ പോലെ മലയാള കവിതയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വിജയരാജൻ മണ്ഡികയോടെ തുടങ്ങുന്നു, ആദിയിൽ അത് വികസിച്ചു വരുന്നു. പിന്നീട് NU സജീവ് എന്നൊരു കവിയുണ്ട്, സുജാത വിഷ്ണു മോഹൻ എന്നൊരു കവിയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ വായിച്ചത് അമിത് എന്നൊരു കവിയുണ്ട്. അമിത് അതിമനോഹരമായിട്ടുള്ള കവിതയാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വരുന്തോറും അമിത്തിന്റെ കവിതകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പുതിയ ശബ്ദം നമ്മൾ കവിതയിൽ കേൾക്കുന്നു പ്രമേയ തലത്തിൽ. അതാണ് ഒരു മാറ്റം. അതേപോലെ തന്നെ പുതിയ ഭാഷകൾ ഉണ്ടായി വരുന്നു. പുതിയ ഭാഷകൾ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മലയാളം മാത്രമല്ല കേരളം ഇന്ന് ഏതാണ്ട് 15ഓളം ആദിവാസി ഭാഷകളിൽ എഴുത്ത് സജീവമായിട്ട് ഒരുപക്ഷെ ഒരു 50 കൊല്ലം മുമ്പ് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന ഒരു മാറ്റമാണ്. അപ്പൊ റാവുള എന്നൊരു ഭാഷയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. വയനാട്ടിലെ അടിയ എന്നുള്ള വിഭാഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ സുകുമാരൻ ആദ്യത്തെ കവിതാവതരണ പരിപാടി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. സുകുമാരൻ സ്റ്റേജിൽ നിന്ന് പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഞാൻ ജനിച്ചു വളർന്ന വംശത്തെ നിങ്ങൾ അടിയ എന്ന് വിളിക്കരുത്. അടിയ എന്ന പേരിലാണ് അത് ഞാൻ ജനിച്ചു വളർന്ന ആ കമ്മ്യൂണിറ്റിയെ എല്ലാവരും വിളിച്ചത്. എന്റെ വംശം അതല്ല, അടിയ എന്ന ഗോത്രത്തിലല്ല, അതല്ല ഗോത്രത്തിന്റെ പേര്.
ഇവിടെ കയ്യേറിയ മനുഷ്യന് വിളിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഗോത്രം റാവുണയാണ്, എൻ്റെ ഭാഷ അടിയ ഭാഷയല്ല, എൻ്റെ ഭാഷ റാവുണ ഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരചാരികത്തെ പോലെ ഒരു കവി മുന്നോട്ട് വരുന്നു. അശോകൻ മറയൂർ മുതുവാൻ ഭാഷയിൽ എഴുതി. ഇത് എത്രയോ കവികൾ, മണികണ്ഠൻ അട്ടപ്പാടി ഇരുള ഭാഷയിൽ എഴുതുന്നു. അങ്ങനെ ധനിയ വേഗച്ചേരി, സ്ത്രീകളുടെ സാന്നിധ്യം, ട്രൈബൽ പോയട്രിയിൽ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ഭാഷകളിലൊക്കെ തന്നെ ഈ ട്രൈബൽ പുതിയ ഭാഷകൾ ഇതേപോലെ രംഗത്ത് വന്നു. ഞാൻ വിചാരിക്കുന്നത് ലോകത്ത് തന്നെ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത്. ഇപ്പോ സ്പെയിൻ എടുക്കുക, യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്പെയിൻ, സ്പാനിഷ് കവിത നമുക്ക് വളരെ പരിചയമാണ്. സ്പാനിഷ് കവിതയിൽ, സ്പെയിനിലെ കവിതയില് സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത്, ഇന്ന് സ്പെയിനിലെ ജീവിച്ചിരിക്കുന്ന വലിയ കവികൾ പലരും സ്പാനിഷ് ഭാഷയിൽ കവിത എഴുതുന്നവരല്ല എന്നുള്ളതാണ്. മറിച്ച് ബെർണാർഡോ അക്സാഗയെ പോലെ ഗംഭീരനായ, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കവികളിൽ ഒരാൾ എന്ന് ഞാൻ കരുതുന്ന ബെർണാർഡോ അക്സാഗ എന്ന കവി ബാസ്ക് ഭാഷയിലാണ് എഴുതുന്നത്. ബാസ്ക് പോലെ വളരെ കുറച്ചു പേര് മാത്രം വായിക്കുന്ന ഒരു ഭാഷയാണ് ബാസ്ക്. അങ്ങനെ ഒരു ഭാഷയിലാണ് എഴുതുന്നത്. അല്ലെങ്കിൽ കറ്റാലൻ പോലെയുള്ള ഭാഷ. അതേപോലെ ഈ യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് ടണ്ട്ര പ്രദേശത്ത്, ഫിൻലൻഡ് അങ്ങനെയുള്ള ആ ഒരു പ്രദേശത്ത് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ് സമി എന്നൊരു ഭാഷയുണ്ട്. സമിയാണോ പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയില്ല, SAMI ആണോ എനിക്ക് അറിയില്ല, സാമീന്നോ സമീന്നോ ഒക്കെ പറയാം. അതെ, സമി, യെസ്. ആ ഭാഷയിൽ നിന്നും ഗംഭീരമായ കവിതകൾ വരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള പുതിയ ഒരുപാട് ഭാഷകൾ, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മാപ്പുടങ്കൻ, മയാക്കീഷെ, സപ്പോർട്ടക് അങ്ങനെയുള്ള ഭാഷകളിൽ ഉണ്ടാവുന്ന സാഹിത്യമാണ്. ഇത് ലോകത്ത് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പൊ യുദ്ധകവിതകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിലും സൂക്ഷ്മമായ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ അടുത്ത കാലത്ത് ഇറാഖിൽ നിന്ന് പോയി അമേരിക്കയിൽ ജീവിക്കുന്ന സിനാൻ അൻറ്റൂൺ എന്നൊരു കവിയുണ്ട്. സിനാൻ അൻറ്റൂൺ ഒരു അറബ് കവിയാണ്. അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ സമാഹാരത്തിന്റെ അദ്ദേഹം എഴുതിയ ആമുഖത്തിൽ പറയുന്നുണ്ട്, ലോകത്തില് ഈ അറബ് യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റ്മോർട്ടം, ആ വാക്കല്ല ഉപയോഗിക്കുന്നത് അദ്ദേഹം, വേറൊരു വാക്കാണ്, പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പോസ്റ്റ്മോർട്ടം ഇന്ററസ്റ്റ്. പോസ്റ്റ്മോർട്ടം അല്ല കവി ഉപയോഗിക്കുന്ന വാക്ക്, വേറൊരു വാക്കാണ്. അതിന്റെ അർത്ഥം അതാണ്, ഒരു പോസ്റ്റ്മോർട്ടം ഇന്ററസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവങ്ങൾ, മറ്റേ ബോംബ് വീണു, പൊട്ടി, മറ്റേ തല മുറിഞ്ഞു, അതിന്റെ കണക്കെടുപ്പ്, ഇതിലൊക്കെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ലോകത്തിനുണ്ട്. ഞാൻ അതിന് നിന്ന് തരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതിന് നിന്ന് തരില്ല, എന്റെ കവിത അതിന് നിന്ന് തരില്ല, ഞാൻ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടാണ് എഴുതുന്നത് എന്ന് സിനാൻ അൻറ്റൂണിനെ പോലെ ഒരു കവി പറയുന്നു. ആ മാറ്റം അദ്ദേഹത്തിന്റെ കവിതയിൽ ഉണ്ട് താനും. ആ മാറ്റം അദ്ദേഹം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു യുദ്ധ കവിതയല്ല. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കവിതയിൽ ലോകമെമ്പാടും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം, അത് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെ തലമുറയുടെ എഴുത്ത് എന്താണ്, എന്റെ ജനറേഷൻ ഇപ്പൊ എന്താണ് എഴുതുന്നത് എന്ന് ഓരോ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കും വായിക്കാൻ ഇന്ന് പറ്റുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മലയാളി പറഞ്ഞുകൊണ്ടിരിക്കുക ചില എഴുത്തുകാരുടെ പേരാണ്, നെരൂദ അല്ലെങ്കിൽ ബൃഹത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ തോമസ് ട്രാൻസ്ഫോമറെ വരെ പറയും. അതിനിപ്പുറത്തേക്ക് നമ്മൾ പറയില്ല. അവരൊക്കെ മരിച്ചുപോയി. തോമസ് ട്രാൻസ്ഫോമർ പോലും മരിച്ചുപോയി. അല്ലെങ്കിൽ ഇസ്ലാമ ഷിംബോസ്ക നമ്മുടെ ഏറ്റവും പുതിയ കവിയാണ്. അങ്ങനെയല്ലാതെ ഇന്ന് എനിക്ക് തോന്നുന്നു പുതിയ തലമുറ, അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളില് ചെറുപ്പക്കാരായിട്ടുള്ള കവികളെ യൂജിയാനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. കേട്ടു സ്റ്റേജിൽ, ഇവിടെ തന്നെ സ്റ്റേജിൽ ചർച്ചക്കിടയിൽ പറയുന്നത് കേട്ടു. ചൈനീസ് കവി യൂജിയാനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഷായെ കുറിച്ച്. ചൈനീസ് കവിതയിലാണ് ഇപ്പൊ വലിയ മാറ്റങ്ങൾ നടക്കുന്ന ഒരു ഭാഷയാണ് ചൈനീസ് ഭാഷ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഞാൻ ബെർണാർഡോ അക്സാഗ എന്ന കവിയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ ഒരുപാട് പുതിയ ശബ്ദങ്ങൾ, നമ്മുടെ തലമുറയുടെ ശബ്ദങ്ങൾ ഇന്ന് വായിക്കപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിക്കാൻ അവസരം നമുക്കുണ്ട്. ഇപ്പൊ അറബ് ഭാഷയിലെ അബ്ദോ വാസനെ പോലെ ഉള്ള ഒരു കവി ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു, വായിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്റെ തലമുറയിൽപ്പെട്ട കവിയാണ് അബ്ദോ വാസൻ. ഏതാണ്ട് എന്റെ അതേ പ്രായക്കാരനായിട്ടുള്ള ഒരു കവിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും പുതിയ ജനറേഷനെ പരസ്പരം മനസ്സിലാക്കാൻ മലയാള കവിത അവർ വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വായിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും. അങ്ങനെ
ലോകത്തിന്റെ കോണിലും മുക്കിലൊക്കെ ഉള്ള കവികൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള തരത്തിൽ കാലം മാറിയിട്ടുണ്ട്, പലതും മാറാതെ നിൽക്കുമ്പോഴും എന്ന് ഞാൻ നിർത്തട്ടെ. പലതും മാറാതെ നിൽക്കുന്നു എന്നാണ് രാമൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. OP സുരേഷിന്റെ ആദ്യ കാവ്യസമാഹാരത്തിന്റെ പേര് ഞാൻ ഓർമ്മിക്കുകയാണ്, പല കാലങ്ങളിൽ ഒരു പൂവ്. അതൊരു പക്ഷേ കവിതയുമാകാം. പല കാലങ്ങളിൽ മാറ്റങ്ങളോടെ മാറ്റമില്ലാതെ തുടരുന്ന ഒരു പൂവായിരിക്കാമല്ലോ കവിത, അല്ലേ? കവിത മാറുന്നു, ഒപ്പം മാറാത്ത ചിലർ അതിനെ കവിതയാക്കുന്നു. കവിത എന്ന ആ ഒരു മഹാഗണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ഇവിടെ രാമൻ പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, ഈ പുതിയ മില്ലേനിയം പിറക്കുന്ന ആ പുലരിയിൽ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികളോട് കവിതയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ഞാൻ. നെരൂദയുടെ പോയട്രി എന്ന കവിത ഉദ്ധരിച്ച് വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു. അവിടെ നമ്മൾ കാൽ നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു, 25 വർഷം. അങ്ങനെ അന്ന് ചെറുപ്പക്കാരായിരുന്നു ഞങ്ങളെല്ലാം വൃദ്ധരായി കഴിഞ്ഞു. മധ്യവയസ്കരോ വൃദ്ധരോ വാർദ്ധക്യം സമീപിച്ചവരോ ആയി കഴിഞ്ഞു. വൈലോപ്പിള്ളി തന്റെ അവസാന കാലത്ത് ഒരു കവിതയിൽ പറയുന്നുണ്ട്, കവികളെ തന്നെ സംബോധന ചെയ്തുകൊണ്ട്, ഞങ്ങളും ഇവരും നാട്ടുകാരും എന്നാണ് ആ കവിതയുടെ പേര്. ഞങ്ങൾ കവികൾ, മുതിർന്ന കവികൾ, ഇവർ പുതിയ കവികൾ, നാട്ടുകാർ കവിത വായിക്കുന്ന ആളുകൾ. ആ കവിതയുടെ ആദ്യ വരിയിൽ തന്നെ വൈലോപ്പിള്ളി പറയുന്നുണ്ട്, പഴയവരായി ഞങ്ങൾ കഴിഞ്ഞ 4 നൂറ്റാണ്ടാൽ ഒരു ദിവസത്താൽ, ഒരു ദിവസം കൊണ്ട് പഴയവരാക്കപ്പെടുന്ന, പുതിയവർ പഴയവരാക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ. ഈ ലോകത്ത് പല കാലങ്ങളിൽ ഒരു പൂ പോലെ നിലകൊള്ളുന്ന കവിതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അതിൽ മാറാത്തവ എന്തെല്ലാം, മാറിക്കൊണ്ടിരിക്കുന്നവ എന്തെല്ലാം, മാറേണ്ടവ എന്തെല്ലാം? നമസ്കാരം. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഡോൺ ഡിലേയോ, ഒരു അമേരിക്കൻ നോവലിസ്റ്റ് എഴുതിയ മാവോ സെക്കൻഡ് നോവൽ, ആ നോവലിലൊരു വാചകമുണ്ട്, ഫ്യൂച്ചർ ബിലോങ്സ് ടു ക്രൗഡ്. ഫ്യൂച്ചർ, വരാനിരിക്കുന്ന കാലം, 21ാം നൂറ്റാണ്ട് വ്യക്തികളുടേതല്ല, ആൾക്കൂട്ടത്തിൻ്റെതാണ് എന്ന ഒരു വിപൽക്കരമായ സന്ദേശത്തിൻ്റെ സാധൂകരണമായിട്ടാണ് ആ നോവൽ. എനിക്ക് തോന്നുന്നത് അക്ഷരാർത്ഥത്തിൽ രാമൻ നേരത്തെ സൂചിപ്പിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല, വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പ്രത്യേകിച്ചും നമ്മളുടെ ജീവിത അവബോധങ്ങളെ സ്വാധീനിക്കും വിധത്തിലുള്ള സാങ്കേതികമായ, മനുഷ്യേതരമായ, യാന്ത്രികമായ സംവിധാനങ്ങളുടെ സാമീപ്യവും ഇടപെടലും കൊണ്ടുണ്ടായ മാറ്റം. യഥാർത്ഥത്തിൽ ഇപ്പോൾ 20ാം നൂറ്റാണ്ട് ഒരു പക്ഷേ നിർമ്മിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് കവികളും തത്വചിന്തകർക്കും ഒക്കെ പങ്കുള്ള ഒരു നിർമ്മിതി ആയിരുന്നു 20ാം നൂറ്റാണ്ടിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത്. ഇപ്പൊ നാരായണ ഗുരുവിൻ്റെ കവിതകൾ, പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ, കുമാരനാശാന്റെ കവിതകൾ, പ്രബോധനങ്ങൾ, ഈവൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള അസംഖ്യം കവിതകൾ ഒക്കെ ഒരു നൂറ്റാണ്ടിന്റെ ഭാവുകത്വത്താൽ സ്വാധീനിക്കപ്പെട്ടതും ആ ഭാവുകത്വത്തെ തിരിച്ച് സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ റോൾ ലിറ്ററേച്ചറിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 21ാം നൂറ്റാണ്ട് വരുമ്പോൾ അത്തരം റോളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രമുഖ സ്ഥാനം എന്ന് പറയുന്നത് സാങ്കേതികതയ്ക്കായി മാറുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അത്രമാത്രം നമ്മൾ ഈ നമ്മളുടെ തന്നെ ചിന്തയുടെ ഒരു എക്സ്റ്റൻഷൻ, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു എക്സ്റ്റൻഷനായി നമ്മുടെ മൊബൈൽ ഫോൺ മാറുക. നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്പറും നമുക്കറിയില്ല, മുഴുവൻ ഫോൺ നമ്പറും കാണാതെ പഠിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു, അഡ്രസ്സ് അറിയാമായിരുന്നു, കാണാതെ അറിയാമായിരുന്ന ആളുകളുണ്ട്. ഇന്നതൊക്കെ കുറഞ്ഞു. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം. അതുപോലെ പിന്നെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഏറ്റവും അവസാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഒരു അല്ലാതെ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ, നമ്മുടെ തന്നെ ഒരു അവയവമായി മാറിക്കൊണ്ടിരിക്കുക. മൊബൈലില്ലാത്തൊരു ജീവിതം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. മൊബൈൽ കൊടുക്കാത്തത് കൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യാണ്. ജീവിതമില്ല പിന്നെ എന്നാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ തമാശയല്ല. അതിന്റെ കാരണം അത് നമ്മുടെ അവയവമായി, പ്രധാനപ്പെട്ട അവയവമായി മാറി. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. അതിന് മൊബൈലിനെ എതിർക്കുക എന്നുള്ളതല്ല,
നമ്മളതിനെ പരിശീലിക്കുക, നമുക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗക്ഷമമാക്കുക. ഇപ്പൊ ചില സ്കൂളുകളിലൊക്കെ മൊബൈൽ കയറ്റാൻ പറ്റില്ല നമ്മുടെ മൊബൈൽ നിരോധിത മേഖലകൾ. അങ്ങനെ ഒരു കാലം ഇനി നമുക്ക് സാധ്യമല്ല. അതിനെ എങ്ങനെ ക്രിയേറ്റീവ് ആക്കിയിട്ട് മാറ്റാം, കാരണം അത്രയേറെ സാധ്യതകളുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ശാസ്ത്രം, സാങ്കേതികത ഒക്കെ സാധ്യമാക്കി തന്നത്. ആ അർത്ഥത്തിൽ 20ാം നൂറ്റാണ്ടിനേക്കാൾ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാലത്തെക്കാളും വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് പുതിയ ആളുകൾ. അത്രമാത്രം സൗകര്യം. ഇപ്പോ നേരത്തെ എല്ലാ കാര്യത്തിലും അതുണ്ട്. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഏത് കോളേജിൽ ചേരണം എന്ന് ചോദിച്ചാൽ എൻ്റെ ഓപ്ഷൻ ക്രിസ്ത്യൻ കോളേജിൽ ചേരണോ, ഗുരുവായൂരപ്പൻ കോളേജിൽ ചേരണോ, അല്ലെങ്കിൽ ഫറൂഖ് കോളേജിൽ ചേരണോ എന്നുള്ള കോഴിക്കോട് ജില്ലയിലെ 5-6 കോളേജുകളെ ചുറ്റിപ്പറ്റിയാണ് ആ ഓപ്ഷൻ കിടക്കുക. കുറച്ചുകൂടി കടന്നിട്ടുണ്ടെങ്കിൽ വേറെ എറണാകുളത്തൊക്കെ പോയിട്ട് ഒരു ഹോസ്റ്റലിൽ നിൽക്കാനുള്ള മറ്റുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ലണ്ടനിൽ പഠിക്കണോ, ഓസ്ട്രേലിയയിൽ പഠിക്കണോ, കാനഡയിൽ പഠിക്കണോ എന്നുള്ള രീതിയിൽ കോമൺ ഓപ്ഷനായിട്ട് മാറുക. കോമൺ ഓപ്ഷൻ എല്ലാവരുടെയും. ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വായനയിലും അതുപോലെ തന്നെയാണ്. വായനയിൽ രാമൻ ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത്, രാമന്റെ പുതിയ വായന എന്ന് പറയുന്നത് ഇതര ഭാഷാ കവികളുടെ വായനയാണ്. പഴയ വായന അല്ലെങ്കിൽ മലയാളം വായന പഴയ വായനയാണ്. പഴയ കവികളുടെ പുനർവായനയാണ് അദ്ദേഹത്തിന്റെ മലയാള വായന. അപ്പോൾ നമുക്കൊരു പുസ്തകം വായിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നേരത്തെ നമ്മുടെ ചോയ്സ് നമ്മുടെ ഭാഷയിലെ എഴുത്തുകാർ മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ചോയ്സ് ആയിട്ട് ഇതര ഭാഷയിലെ എഴുത്തുകാർ മാറുക. ഈസി ആയിട്ട് നമുക്ക് ഭാഷയ്ക്ക് അപ്പുറത്തേക്കുള്ള സംവേദനം സാധ്യം, അല്ലെങ്കിൽ ഭാഷയുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്കുള്ള ഭാവുകത്വത്തെ തൊടാൻ, അറിയാൻ, സ്വാംശീകരിക്കാനൊക്കെ നമ്മളെല്ലാവരും പ്രാപ്തരായി മാറുകയാണ്. അങ്ങനെ പ്രാപ്തമാക്കി നമ്മെ മാറ്റിയ ഒരു വലിയ ലോക സാഹചര്യം കൂടിയാണ്. ഇതിങ്ങനെ പ്രാപ്തരാക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യർക്ക് അതുവരെ ഉണ്ടായിരുന്ന പ്രാപ്തി ഇത് എടുത്ത് കളയുന്നു. ഒരുപാട് കാര്യങ്ങൾ അത് എടുത്ത് കളയുന്നു. അതാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ച ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. ഒരു സ്വത്വം, മനുഷ്യന്റെ ഞാൻ, എൻ്റെ എന്ന ഒരു സ്വത്വത്തെ ഇല്ലാതാക്കി അത് ആൾക്കൂട്ടമായിട്ട് മാറുന്നു. അപ്പം ഈ അടുത്ത് വന്ന ക്രോസ്വേർഡ് പുരസ്കാരമൊക്കെ കിട്ടിയ ഒരു നോവൽ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എൻ്റെ പേര്. സഹറു നുസൈബ കണ്ണനാരിലാണ്. ഒരു അരീക്കോട്ടുകാരൻ നമ്മൾ തൊട്ടടുത്ത നാട്ടുകാരനാണ്. അദ്ദേഹമാണ് അത് എഴുതിയിട്ടുള്ളത്. ആ നോവൽ യഥാർത്ഥത്തിൽ 1.5 മണിക്കൂറിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരാൾക്കൂട്ടം ഒരാളെ കൊല ചെയ്യുന്നതിന്റെ കഥയാണ്. ഒരു അവിഹിതം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു സ്നേഹബന്ധത്തെ തടയാൻ വേണ്ടി കുറെ ആളുകൾ പോവുകയും ആരുമില്ല. മൊബൈൽ വാട്സപ്പിൽ ഇതിങ്ങനെ പരക്കുകയാണ്. അവനവിടെ ഉണ്ട്, അവനെ പിടിക്കണം, കൊല്ലണം, തല്ലണം എന്ന് പറഞ്ഞിട്ടൊരു മോബായി ഇത് മാറുന്നു. അവർ ആക്രമണം നടത്തുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ ഒരു ജീവൻ എടുക്കുന്നു. ഒരൊറ്റ പ്രതി പോലും അതിനകത്തില്ല. പ്രതി മോബാണ്. ക്രൗഡ് മോബായി മാറിയിട്ട് നടത്തി കൊലപാതകമാണ്. അപ്പൊ അതിനകത്തൊക്കെ പക്ഷെ അദ്ദേഹം നോവല് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അതില് അതിലെ വിരകളാക്കി മാറപ്പെടുന്ന അല്ലെങ്കിൽ അതിലൊക്കെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന കഥാപാത്രങ്ങളിൽ നിന്നാണ് ഓരോ അധ്യായവും. ആ നോവൽ വായിക്കേണ്ട ഒരു നോവലാണെന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കവിത എന്ത് ചെയ്യും? 21ാം നൂറ്റാണ്ടിന്റെ ഇത്രയേറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു സംവേദന മാധ്യമം, ഒരു ആവിഷ്കാര മാധ്യമം, ഒരു വായന വസ്തു, ഒരു അനുഭൂതിദായകമായ വസ്തു എന്നൊക്കെയുള്ള നിലയിൽ കവിത എങ്ങനെ ഈ നൂറ്റാണ്ടിൽ പെരുമാറും? എനിക്ക് തോന്നുന്നത് കവിത 21ാം നൂറ്റാണ്ടിൽ ഒരു നിർമ്മിതി ആയി മാറുന്നു. ഒരു കൺസ്ട്രക്റ്റഡ് റിയാലിറ്റി ആയിട്ട് കവിത മാറും. അപ്പൊ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അത് വാർന്നു വീഴുന്നതാണ് കവിത. അങ്ങനെയൊന്നുമില്ല. അവരെന്തെങ്കിലുമൊക്കെ പുഴേന്റെ വക്കത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, എന്താ കവിത വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ഇത് അങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ എന്തായാലും പറയാനറിയില്ല ഏത് ഭാഷയും വളരെ വളരെ എനിക്ക് ഓക്വേർഡ് ആണ് എനിക്ക് തോന്നുന്നത് പറയാം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പിന്നെ കവിതയെ പറ്റിയിട്ട്. കാരണം ഒരാൾ അലക്ഷ്യമായി നടന്നു പോവുകയാണെങ്കിൽ അയാൾ കവിയാണ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ. ഇപ്പൊ അങ്ങനെയല്ല ശരിക്കും കവിത പ്രവർത്തിക്കും. കവിതയിലെ ഒരു കലയും അങ്ങനെയല്ല. ഇപ്പോ അക്കിത്തം പണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്നെ ആരോ കൈപിടിച്ച് എഴുതിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതേ അക്കിത്തം തന്നെ വിടരാതിരിക്കില്ല എന്ന കവിതയിൽ പറയുന്നുണ്ട്, എഴുതി കഴിഞ്ഞതും
തിരുത്തിയിടേണം തൂശി പഴുതിൽ നൂലോടിക്കും വിരലിൻ ക്ഷമയോടെ എന്ന് പറയുന്നു. ആരോ എഴുതിക്കുന്നത് പോലെ തോന്നുന്നു എന്നുള്ളത്, എന്നെ എഴുതിക്കുന്നു എന്ന് പറയുന്ന കവി തന്നെ അത് വെട്ടിത്തിരുത്തി തൂശിപ്പഴുതിൽ നൂലോടിക്കുന്ന ക്ഷമയോടെ തിരുത്തേണ്ട ആവശ്യകത മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഈ തിരുത്തൽ, എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കോൺഷ്യസ് ആയിട്ട് നടത്തുന്ന ഒരു ഇതുപോലെ കവിത ഇന്ന് കോൺഷ്യസ് ആയി സംഭവിച്ചുകൊണ്ടിരിക്കുക. കവിത മാത്രമല്ല, അപ്പം എന്തിനാണ് പിന്നെ ഈ സ്വാഭാവികത എന്ന് തോന്നും വിധത്തിൽ യാന്ത്രികത നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കാലം കൂടി. അപ്പൊ പണ്ടൊക്കെ ഈ എന്താ പറയുക, കൊത്തുപണി എന്ന് പറയുന്ന ഒരു സാധനം, വാതിലിനൊക്കെ ആശാരിമാരിങ്ങനെ ഉള്ളി കൊണ്ട് 10-40 ദിവസമൊക്കെ എടുത്തിട്ട് കഴിക്കുക, കൊത്തുപണിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ ഈ മെഷീൻ സാധനം വന്നോട് കൂടിയിട്ട് കടച്ചിൽ യന്ത്രങ്ങൾ വരുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ സാധനം 10 മിനിറ്റ് കൊണ്ട് ഈ യന്ത്രം കടഞ്ഞു തരും. അപ്പൊ പിന്നെ എന്തിനാണ് ഇയാൾ ഈ 10-40 ദിവസം പണിയെടുക്കുന്നത് എന്നുള്ള ഒരു സംഗതി. എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള ഒരു സാധനം. കവിതയുടെ മേഖലയിലും യഥാർത്ഥത്തിൽ ഇപ്പൊ ChatGPT കവിതയുണ്ട്. ChatGPT കവിതയുണ്ട്. വളരെ സമർത്ഥരായിട്ടുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന കമന്റ്സും കാര്യങ്ങളും ഒക്കെ വളരെ ബുദ്ധിപൂർവമാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മനോഹരമായ കവിത ChatGPT കൊണ്ട് എഴുതിക്കാൻ പറ്റും. ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി തരും. പക്ഷെ കൃത്യം നമ്മൾ കമാൻഡുകൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അത് വന്നിട്ട് അതിനുശേഷം ആ വരി ഇങ്ങനെ ഒന്ന് മാറ്റണം, അത് വന്നാൽ ഒന്നുകൂടി അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 8-10 തവണത്തെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഒരുപക്ഷെ മലയാളത്തിലെ എന്നെ പോലെയൊക്കെയുള്ള ഒരു കവി എഴുതുന്നതിനേക്കാൾ മനോഹരമായ ഒരു കവിത ChatGPT. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? കവിത എഴുതാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല. കവിത ChatGPTക്ക് വിട്ടുകൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു കാര്യസ്ഥരായി ഇങ്ങനെ നിന്നിട്ട് ഇത് ഈ കവികളെ ശരിക്കും ChatGPT ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യസ്ഥ കവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്തരം സാധ്യതകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കവിത്വത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ഇത്തരം യന്ത്ര സാധ്യതകളെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു പക്ഷക്കാരനാണ്. അങ്ങനെ ഒരുപാട് സാധ്യത. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വരും, മുമ്പില്ലാത്ത വിധത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്. കവിതയുടെ ഭാഷയിൽ ഈ സാധനങ്ങൾ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഈ വ്യക്തിത്വം, ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ ഈ ഇൻഡിവിജ്വാലിറ്റി തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും യന്ത്രങ്ങൾക്ക് സാധിക്കാത്ത സാധനം. ആൾക്കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ വ്യക്തിത്വ സത്ത തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരുപക്ഷെ എഴുത്തിന്റെ കവിതയുടെ ഒക്കെ ഒരു പ്രഥമ ലക്ഷ്യമാണ് ആയിരിക്കും പുതിയ കാലത്ത് എന്ന് നോക്കുന്നത്. കവിതയ്ക്ക് അല്ലെങ്കിലും വളരെ കുറഞ്ഞ വായനക്കാരെ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് ആൾക്കാരെ കവിത വായിക്കും. അങ്ങനെ തന്നെയാണ് അത് വേണ്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്തും കവിത ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ കലയായിട്ടില്ല. ചില സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കവിത കാതിന്റെ കലയായിരുന്ന ഒരു കാലത്താണ്. കവിത ഇങ്ങനെ കേൾക്കുക, കേട്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുക, അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇന്ന് കവിത കാതിന്റെ കലയല്ല. കാരണം കാതിന്റെ കല കവിതയേക്കാൾ കവച്ചു വെക്കുന്ന നല്ല പാട്ടുകൾ ഇഷ്ടം പോലെ വരാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ കവിത കേൾക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള ഒരു തരത്തിലുള്ള മെഡിറ്റേഷൻ പോലെയുള്ള കവിതകളാണ് പുതിയ കാലത്ത് ഉണ്ടാവുക. യന്ത്രങ്ങളുടെ ഒരു കാലത്ത്, യാന്ത്രിക ജീവിതത്തിന്റെ ഒരു കാലത്ത് കവിത ഓരോ മനുഷ്യനും അവന്റെ ഉള്ളിൽ നടത്തുന്ന ധ്യാന സമാനമായിട്ടുള്ള അടയിരിക്കലിൽ നിന്നുണ്ടാകുന്ന ഓരോ സംഗതി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് അത്തരം ആളുകളോട് മാത്രമേ അത് സംസാരിക്കുകയുള്ളൂ, സംവദിക്കുകയുള്ളൂ. ഇപ്പൊ എനിക്കറിയാം വളരെ കൃത്യമായിട്ട് എൻ്റെ കവിത വായിക്കുന്ന ആളുകളല്ല ഒരു ഭൂരിപക്ഷവും രാമന്റെ കവിത വായിക്കുന്നത്. രാമന്റെ കവിതയ്ക്ക് രാമന്റെ വായനക്കാരുണ്ട്, എൻ്റെ കവിതയ്ക്ക് എൻ്റെ വായനക്കാരുണ്ട്, ശ്രീകാന്തിന്റെ കവിതയ്ക്ക് ശ്രീകാന്തിന്റെ, കൃപയുടെ കവിതയ്ക്ക് അവരുടെയൊക്കെ വായനക്കാരുണ്ട്. ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും, കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. 15 ആളൊക്കെയുള്ള കവികളുണ്ട്. ഭയങ്കര രസം. അങ്ങനെ ആയിരിക്കണം കവിത. ഇപ്പോ ഒരു ഹിന്ദി കവി നിരസ് സെത്തി എന്ന് പറയുന്ന അവരുടെ പുസ്തകം വളരെ മനോഹരമായിട്ട് പിന്നെ അച്ചടിച്ചൊരു സാധനം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചത് വളരെ കോസ്റ്റ്ലി അല്ലേ, വളരെ ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ. അപ്പൊ എത്ര കോപ്പിയാണ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ 50 കോപ്പിയാണ് അവരെ പുസ്തകം അടിച്ചിട്ടുണ്ട്. 50 കോപ്പി. അപ്പൊ 50 കോപ്പി അത്ഭുതം. അപ്പൊ അത് തന്നെ 45 പോയിട്ടുള്ളൂ.
പക്ഷെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ 50 ആളുകളോടാണ്, അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കാനാണ്, അവരിൽ ചേഞ്ച് ഉണ്ടാക്കാനാണ്. ആ 50 ആളുകൾ പിന്നീട് 500 ആളുകളെയോ 5000 ആളുകളെയോ ഒക്കെ പരോക്ഷമായി സ്വാധീനിക്കും വിധത്തിലൊക്കെ പോകാവുന്ന സാധനം. ഇതിപ്പോ 20-ാം നൂറ്റാണ്ടിൽ അല്ല 21-ാം നൂറ്റാണ്ടിലെ കവിതയ്ക്ക് മാത്രമല്ല, പഴയ കവിതയിലും ഈ സാധനമുണ്ട്. ഇപ്പൊ നാരായണ ഗുരുവിന്റെ കവിതകൾ അല്ലെങ്കിൽ നാരായണ ഗുരു ഇല്ലെങ്കിൽ കുമാരനാശാൻ എന്ന ഒരു കവി ഉണ്ടാവുമോ നമുക്ക് ഇപ്പൊ സംശയമുണ്ട്. അപ്പോ അതുപോലുള്ള ഒരു ഗാഠതയിലേക്ക്, ചിന്തയുടെ ഭാവനയുടെ ഒക്കെ ആഴമേറിയ ഗാഠതയിലേക്ക് കവിത തിരിച്ചു പോവുകയോ ചെയ്യേണ്ട ഒരു സന്ദർഭമായിരിക്കും. അത് നമ്മളാരെങ്കിലും ബോധപൂർവം മാർച്ച് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടത്തേണ്ട ഒരു പരിപാടിയല്ല. ഓട്ടോമാറ്റിക്കലി പോയറ്റ്സിന് വേറെ രക്ഷയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ കവിത. ഈയിടെ ചെറുകാടിന്റെ ആത്മകഥ ജീവിതപാത വായിച്ചപ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു സന്ദർഭം കണ്ടു. 1940-കളിലാവണം നിരൂപകനായ മുണ്ടശ്ശേരി മാഷ് ചെറുകാടിനോട് പറയാണ്, കവിതയുടെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി വല്ല കഥയും നോവലും എഴുതാൻ നോക്ക്. 1940-കളിലാണ്. അപ്പോൾ ഇത് കേട്ട് നിന്ന അന്നത്തെ പഴയ ഒരു കവി KK രാജാവ് എന്ന കവി, ഇവിടെ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു കവിയെ പരിചയമുണ്ടായി, KK രാജാവ്. അദ്ദേഹം വളരെ ആവേശഭരിതനായി ആത്മവിശ്വാസപൂർവ്വം പറയുന്ന ഒരു മറുപടിയുണ്ട്: ഭൂമിയിൽ പൂ വിരിയുന്ന കാലത്തോളം കവിതയും ഉണ്ടാകും, അവസാനത്തെ പൂ വിരിയുന്ന കാലത്തോളം ഭൂമിയിൽ കവിതയും ഉണ്ടാകും. അല്ല, അത് കവികൾക്കും കവിത ഇഷ്ടപ്പെടുന്നവർക്കും ആവേശകരമായ ഒരു പ്രസ്താവമാണ്. നടന്നത് 1940s-ലാണ്, ഒരു നൂറ്റാണ്ടിന് അപ്പുറമാണ്, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ്. ഇത് ഇന്നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയാണ്. അപ്പോ ഇവിടെ OP സുരേഷ് സൂചിപ്പിച്ച പോലെ കവിത നമുക്കിപ്പോ വളരെ ലോക കവിത വളരെ സമീപസ്ഥമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർനെറ്റ് വഴി അല്ലെങ്കിൽ മറ്റു പുസ്തക ലഭ്യത ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസമാണ് ഷുണ്ടാരോ താനിക്കാവ എന്ന് പറയുന്ന ജപ്പാനിലെ ഏറ്റവും വലിയ കവി അന്തരിച്ചത്. അത് നമ്മളപ്പോ തന്നെ അറിയും, ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അനുശോചിക്കും. ആ കവിയുടെ ഒരു കവിത വായിച്ച് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഇന്നലെയാണ് വളരെ മുതിർന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ, 70s-ലെത്തിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപക, സാഹിത്യ താല്പര്യമുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപിക എന്നോട് പറയുന്നത്, നിക്കി ജിയോവന്നി എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ കവി കഴിഞ്ഞ ഡിസംബറിൽ അന്തരിച്ചു എന്ന്. ഇതെല്ലാം അങ്ങനെ വളരെ അപ് ടു ഡേറ്റ് ആണ്. കവികളും കവിതയും കവിതയുടെ ലഭ്യതയും വളരെ കാലികമാണ്, സമകാലത്തിലാണ്. പണ്ട് നമുക്ക് അയ്യപ്പ മെഡിക്കൽ സാറിന്റെ വിവർത്തനം വേണമായിരുന്നു TS എലിയട്ടിന്റെ വേസ്റ്റ്ലാൻഡ് വായിച്ച് മനസ്സിലാക്കാൻ. നെരൂദയെ വായിക്കാൻ സച്ചിവാഷിന്റെ ഇടനില വേണമായിരുന്നു, പരിഭാഷയുടെ ഇടനില വേണമായിരുന്നു. ഇപ്പൊ അതൊന്നും ആവശ്യമില്ല എന്ന നിലയ്ക്ക് ലോക കവിതയും മലയാള കവിതയും മാറിക്കൊണ്ടിരിക്കുന്നു. ലോക കവിതയുടെ ഭാഗമായി അതിന്റെ സമവേഗത്തിലും സമതാളത്തിലും മലയാള കവിത സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. മറ്റൊന്ന്, നമ്മുടെ കൂടെയുള്ള കൃപ അമ്പാടിയാണ് 21-ാം നൂറ്റാണ്ടിലെ മലയാള പെൺകവിതയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ. 20-ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഒരു ബാലാമണിയമ്മ, ഒരു സുഗതകുമാരി എന്ന നിലയിൽ ഇന്ന് പെൺകവികളുടെ ഒരു വലിയ നിര, പലതരക്കാരായ പെൺകവികളുടെ വലിയൊരു ശ്രേണി നമുക്കുണ്ട്. അവരുടെ പ്രതിനിധി എന്ന നിലയിൽ കൃപ അമ്പാടിക്ക് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നമസ്കാരം. ഞാനിവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലോക സാഹിത്യത്തെക്കുറിച്ചും അതേപോലെ പൂവിനെക്കുറിച്ച് വരെ പൂവുള്ള കാലം കവിത ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിലെ പൂവിനെ കുറിച്ചാണ്, ഞാൻ എഴുതിയിട്ടുള്ള കവിത. അതായത് കവി സമം കവി എന്നതിലേക്ക് ഈ നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് യാത്ര ചെയ്തെത്തി അല്ലെങ്കിൽ എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് കവിത എഴുതുന്നതിനുള്ളൂ. അതല്ലാതെ ഒരിക്കലും ഭംഗിയെക്കുറിച്ച്, പൂവിനെക്കുറിച്ചോ കാറ്റിനെക്കുറിച്ചോ പുഴയെക്കുറിച്ചോ മലയെക്കുറിച്ചോ ഒന്നും ഞാൻ എഴുതിയിട്ടേ ഇല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കാൻ ഞാൻ എൻ്റെ ഉടൽ തന്നെയാണ് ഉപാധിയായി കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് വേണ്ട ഭാഷ കവിതയിലേക്ക് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഇതാണ്, കവിതയുടെ ഭാഷ ഇതാണോ എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അല്ല, ഉടലെഴുതാൻ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഭാഷ ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചോദ്യം തന്നെയാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. കാരണം 50% എപ്പോഴും സ്ത്രീകൾ തന്നെയാണല്ലോ. ഈ അവനവൻ എന്ന് കവികൾ പറയുമ്പോൾ അവളവൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കവിത എഴുതുന്നത്. അതൊരു
ഒരിക്കലും ഒരു വുമൺ കാർഡ് എടുക്കുകയല്ല. കാരണം എൻ്റെ സെക്സ് എന്ന് പറയുന്നത് ഫീമെയിൽ ആണെങ്കിലും എൻ്റെ ജെൻഡറിൽ മെയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുള്ള ആളാണ്. 50% ഞാൻ പുരുഷനാണെന്നും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഉടലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഈ കവിത എന്ന് പറയുമ്പോൾ തന്നെ ഭാഷ നന്നായിട്ട് ഇടപെടുന്ന ഏറ്റവും ഒരു നല്ല മാധ്യമമാണല്ലോ. കവിതയ്ക്കകത്താണല്ലോ ഭാഷ ഏറ്റവും എല്ലാത്തരം വൈകാരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഭാഷ എന്ന് പറയുന്നത് വരുന്നത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ, അതിപ്പം തെറിയാണെങ്കിലും ലൈംഗികതയാണെങ്കിലും, അതെനിക്ക് എൻ്റെ കവിതയിൽ ഉപയോഗിക്കാൻ ആരുടെയും സമ്മതം ആവശ്യമില്ല എന്ന് വിചാരിച്ച് അത് കവിതയിൽ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഇപ്പം ശരി, ഒരു 6 വയസ്സുള്ള കുട്ടിയെ, ഏറ്റവും അവസാനത്തെ ഞാൻ ഓർക്കുന്നത് 6 വയസ്സുള്ളൊരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് ആലുവയിൽ കൊലപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ വിധി വന്ന ദിവസമാണ് ദേശാഭിമാനി എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ ഒരാഴ്ച മുന്നേ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ പൂവിൻ്റെ, നിങ്ങൾ പറയുന്ന പൂവല്ല ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. എൻ്റെ അരയ്ക്കു ചുറ്റും പൂവുകൾ, നിന്റെ പിറപ്പിൻ്റെ ചേറു ചിറകൾ, അതിന് ചുവട്ടിൽ നട്ട വിഷമുള്ളുകൾ. അപ്പം എന്നെ ചീന്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചീന്തും ഞാൻ എന്നുള്ള ഒരു എന്താ പറയുക, അതൊരിക്കലും ഒരു അപേക്ഷയൊന്നുമല്ല, എൻ്റെ അധികാരം ഞാൻ പ്രയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഭാഷ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ കവിത എഴുതിയിട്ടുള്ളത്. പിന്നെ ഒന്ന് ഈ അധികാരം, നമ്മൾ പറയുന്ന ഈ പലതരം അധികാരങ്ങൾ. ഇവിടെ ഒരു എഴുത്തുകാരൻ ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, മഹാഭാരതവും രാമായണമൊക്കെ വായിച്ചിട്ട് വേണം എഴുത്തുകാർ എഴുതാൻ എന്ന്. അപ്പം നമുക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ഇവിടെ ഈ 15-16 നൂറ്റാണ്ടുകളിൽ ഈ രാമായണം മഹാഭാരതവും എഴുതപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഗാന്ധിജി ഹേവാം എന്നതിന് പകരം എന്തു പറയുമായിരുന്നു എന്നുള്ളത് അത്തരം ചോദ്യങ്ങൾ, ഈ അത്തരം അധികാരം. അതേമാതിരി വാളല്ലൻ സമരായുധം എന്നാണ് ഞങ്ങളുടെ മുൻ തലമുറ പറഞ്ഞിട്ടുള്ളത്. വാളല്ലൻ സമരായുധം ചണച്ചണ ധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ്റെ വാൾ വിറ്റ് ഞാൻ മണിവീണ വാങ്ങിക്കുമെന്നുള്ള സമാധാനത്തിൻ്റെ സന്ദേശം. പക്ഷെ ഞാൻ വാളും ചിലമ്പുമുള്ള പെണ്ണെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതൊരു ആവശ്യകതയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് എൻ്റെ ഉടൽ ഒരു മാധ്യമമായി ഉപയോഗിച്ചത് കൊണ്ട് കവിതയിൽ അത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭൂതകാലത്തിൻ്റെതായിട്ടുള്ള ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല, അത് നിഷേധാത്മകമായിട്ട് തന്നെ നമ്മൾ സമീപിക്കുന്നത്. ഇപ്പം ഭൂതമ്മ കുന്നിൻ്റെ മേൽമൂടിപ്പാറയെ കൈതപ്പ് പോലെ പറിച്ചു നീക്കിയത് പറയുമ്പോൾ അത് നമ്മൾ സ്കൂളുകളിൽ, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളായത് കൊണ്ട് പറയുക, അത് നമ്മൾ സ്കൂളുകളിൽ പാടി പഠിപ്പിക്കുന്നു. ആ ഒരു പാരമ്പര്യത്തെ നമ്മൾ നിഷേധിക്കുന്നേ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭൂതമല്ല, മനുഷ്യൻ തന്നെയാണ് ഈ മേൽമൂടിപ്പാറയെ പറിച്ചു നീക്കിയത് എന്ന് മാറ്റി എഴുതണമെങ്കിൽ അതിനു വേണ്ടി ഈ നൂറ്റാണ്ടിൽ കവിത എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ലോക കവിത എത്ര സമീപസ്ഥമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ പലപ്പോഴും മലയാള കവിത എഴുതപ്പെടുന്ന ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇരുന്നിട്ടാണ്. ലണ്ടനിൽ ഇരുന്നിട്ട് മലയാള കവിത എഴുതുന്ന ശ്രീകാന്ത് താമരശ്ശേരി നമ്മോട് സംസാരിക്കും. അതും വളരെ പദ്യബദ്ധമായി, വൃത്തബദ്ധമായി, താളാത്മകമായി എഴുതുന്ന ശ്രീകാന്ത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകാന്ത് താമരശ്ശേരി. ഞാൻ ഈ സെഷനിൽ വരേണ്ട ഒരാളല്ല. റഫീഖ് അഹമ്മദ് മാഷിന്റെ കൂടെ പാട്ടും കവിതയും എന്ന ഒരു സെഷനിലായിരുന്നു ഞാൻ വരേണ്ടിയിരുന്നത്. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം വരാത്തത് കൊണ്ട് ഞാൻ ഈ സെഷനിൽ എന്നെ ജോലി ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷെ എങ്കിലും സജയ് മാഷ് പറഞ്ഞതുപോലെ മലയാള കവിതയുടെ ഈ 21ാം നൂറ്റാണ്ടിന്റെ മാറുന്ന ഈ വേളയിൽ ഒരു കണ്ണു ചേരുവാൻ എനിക്കും സന്ദർഭവശാൽ സാധ്യമായതിന്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. അതുണ്ടായ ചില വൈയക്തികമായ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. ടീനേജിൽ കവിത എഴുതി തുടങ്ങി വളരെ നീണ്ട ഒരു ഹൈബർനേഷൻ പീരീഡ് അനുഭവിച്ച ഒരാളാണ് ഞാൻ. കവിതയിൽ നിന്നും വിട്ടുപോയിരുന്നു. കോവിഡ് കാലത്താണ് കവിതയിലേക്ക് തിരിച്ചു വരുന്നത്. കോവിഡ് കാലം നമുക്കറിയാം, എല്ലാം അടച്ച് നമ്മളെല്ലാം ലോക്ക്ഡൌണിലായിരുന്ന സമയത്ത് മലയാള കവിത എങ്ങനെയാണ് അക്കാലത്ത് നിലനിന്ന് ആലോചിക്കുന്നത് പെട്ടെന്ന് കൗതുകകരമായിരിക്കും തോന്നുന്നു. ക്ലബ് ഹൗസിലൂടെ എനിക്ക് ഏറ്റവും വൈയക്തികമായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നത്. കാരണം പ്രത്യേകിച്ച് വിദേശത്ത് ജീവിക്കുന്ന എന്നെ പോലുള്ളവർക്ക് മലയാള കവിതയും മലയാള കവികളും ഒക്കെ വളരെ
വളരെ വിദൂരതയിലുള്ള ഒരു സ്വപ്നമായി മാത്രം നിന്നിരുന്ന സമയത്ത് ക്ലബ് ഹൗസിലൂടെ മലയാള കവിത അതിന്റെ സർഗാത്മകമായ മുഖം തിരിച്ചു പിടിക്കുകയായിരുന്നു. എല്ലാ ദിവസവും പല പല ക്ലബ് ഹൗസ് റൂമുകളിൽ പല വിഷയങ്ങളിലുള്ള ഡിസ്കഷൻസ്, ചാറ്റ്, അതുപോലെ കവിത ചൊല്ലൽ, അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ എന്നോ ഉപേക്ഷിക്കപ്പെട്ട കവിത തിരിച്ചു വരികയും അത് വീണ്ടും അവതരിപ്പിക്കുവാനും വീണ്ടും പ്രസിദ്ധീകരിക്കുവാനും കവിത ചൊല്ലുവാനും കവിതയുടെ വേദിയിലേക്ക് തിരിച്ചു വരുവാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായി. മലയാള കവിത ലണ്ടൻ പോലെയുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇരുന്ന് മലയാള കവിതയെ കുറിച്ച് ആലോചിക്കുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പല രീതിയിലുള്ള സംഘർഷം അനുഭവിക്കുന്നവരാണ് പ്രവാസികളായ മലയാളികൾ. മുട്ടറ്റമേയുള്ളൂ ഭൂതകാല കുളിർ എന്നെഴുതിയ ആളുടെ അടുത്തിരുന്നാണ് ഞാനിത് പറയുന്നതെന്നും കൂടി ഓർക്കണം. പക്ഷെ തീർച്ചയായും ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം കുന്നോളം ഉണ്ടല്ലോ എന്ന് പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ വൈയക്തികമായ അനുഭവങ്ങളെ അവരുടെ അനുഭവങ്ങളുമായി ചേർത്ത് വയ്ക്കുവാൻ, കവിതയിലൂടെ ചേർത്ത് വയ്ക്കുവാൻ, അല്ല ജീവിതത്തിലൂടെ ചേർത്ത് വയ്ക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരിക്കലും അത് സാധിക്കാറില്ല. ചില കാര്യങ്ങൾ നമുക്ക് അവരെ പോലെ ആവണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. ഇതൊക്കെ കവിതയിലൂടെ എങ്ങനെ ആവിഷ്കരിക്കാം, അത്തരത്തിലുള്ള ഒരു രണ്ട് വ്യക്തിത്വങ്ങളുടെ ഒരു സംഘർഷമാണ് എനിക്ക് കവിതയിൽ പൊതുവെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പിടി കവിതകളുടെ സമാഹാരമാണ് കടൽ കടന്ന കറിവേപ്പുകൾ എന്ന രൂപത്തിൽ DC ബുക്ക് പ്രസിദ്ധീകരിച്ച എന്റെ പുസ്തകം. അപ്പൊ അതിൽ പറയുന്ന ഒരു ഇതുണ്ട്, നമുക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ നമ്മളെ അംഗീകരിക്കുമോ, നമ്മുടെ ഭാഷ അവർക്ക് ഇഷ്ടമാകുമോ, സഹസസ്യ സമൂഹ ഭാഷ കേട്ട് അപകർഷം ഹൃദയം തുളയ്ക്കുമോ, നമുക്കുള്ള വല്ലാത്തൊരു അപകർഷതാബോധമുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വശത്തുള്ളപ്പോഴും ലോക പൗരനാണ് ഞാൻ എന്ന ഒരു ബോധം എന്നിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഞാൻ ഭാഷ മാറുന്ന ഒരു രീതി, ഇപ്പൊ എന്റെ മോൻ പറയാറുണ്ട്, ഇംഗ്ലീഷ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഒരിക്കൽ അവനും കുറച്ച് കുട്ടികളും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവർ തമ്മിൽ അഭിസംബോധന ചെയ്യുന്നതാണ്. എനിക്ക് കേൾക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള ഇംഗ്ലീഷ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അവര് പരസ്പരം സംബോധന ചെയ്യുന്നത് ബ്ലോ ബ്ലോ എന്നാണ്. ഞാൻ വിചാരിച്ചു എന്താ ബ്ലോ. അപ്പൊ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ മോന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെല്ലാം ബ്ലോ ബ്ലോ എന്ന് പറയുന്നത് കേട്ടല്ലോ, എന്താണ് ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോ എന്നോട് മോൻ ചോദിക്കാണ്, അച്ഛന് മനസ്സിലായില്ലേ, അത് ബ്ലോ എന്നല്ല ബ്ലഡ് എന്നാണ്. നമ്മുടെ ബ്രദറിനും എന്താ അറിയാന്നൊക്കെ വിളിച്ച് നമ്മൾ സംബോധന ചെയ്യുന്ന ആ ഒരു രീതിയിൽ അവർ ബ്ലഡ് എന്ന് വിളിച്ചിട്ടാണ്. വളരെ പൊയറ്റിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത്തരത്തിൽ ഭാഷ മാറുന്നുണ്ട്. ഇപ്പോ പല രീതിയിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മലയാളത്തിലും സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ മലയാള കവിതയിൽ ഇപ്പോ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇവരുടെ ഒന്നും ഒപ്പം കവിത എഴുതി വന്ന ആളെയല്ല ഞാൻ. വളരെ വളരെ താമസിച്ച്, ഒരുപക്ഷെ പ്രായം കൊണ്ട് കുറച്ച് പ്രായമുണ്ടെങ്കിലും 3-4 വർഷം മുമ്പ് മലയാളത്തിലേക്ക് വന്നതാണ്. അപ്പോ മലയാളത്തിലുള്ള കവിതകൾ രാമമാഷ് പറഞ്ഞതുപോലെ പല രീതിയിലുള്ള കവിതകൾ നമുക്കിത് കാണാൻ പറ്റും. പല രീതിയിലുള്ള കവിതകൾക്കൊക്കെ അതാത് രൂപത്തിലുള്ള അതിന്റെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും കവിത എന്ന ഒരു രൂപത്തെ സമഗ്രമായി കാണണമെന്നാണ് എന്റെ ഒരു വിചാരം. കവിതയുണ്ടോ എന്നുള്ള ഒരു നോട്ടമാണ് എനിക്ക് ഉണ്ടാവാറ്. തീർച്ചയായും എല്ലാ കള്ളികളിലുമുള്ള കവിതകളുടെ രാഷ്ട്രീയപരമായ അസ്തിത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും എല്ലാ പരിസരങ്ങളിലുമുള്ള കവിതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ചൊല്ലുന്ന കവിതയും ചൊല്ലാത്ത കവിതയും. തീർച്ചയായും ചൊല്ലുന്ന കവിത മോശമാണ്, അങ്ങനെ അതിനെ ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് കാണാറുണ്ട്. പക്ഷെ എന്റെ ഒരു അനുഭവം 2020 ശേഷം പ്രത്യേകിച്ചും മലയാളത്തിൽ പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പാരമ്പര്യത്തിൻ്റെതായ നന്മകൾ എടുത്ത് കവിതയെ മുന്നോട്ട് എന്ത് ചെയ്യാം, ഈ ഫോമിനെ എങ്ങനെ പുതുക്കാം
എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം കവികൾ മലയാളത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ ഒരുപക്ഷെ അത്തരം കവിതകൾ, അത്തരം സാധ്യതകൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ലണ്ടനിൽ ഇരുന്ന് എഴുതപ്പെട്ട ഒരു കവിതയുണ്ട്, ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ആ കവിതയുടെ പേര്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന്, ലണ്ടനിൽ നിന്ന്, അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൽ നിന്ന് മലയാളത്തെ കാണുന്ന, അല്ലെങ്കിൽ മലയാളി മനസ്സിനെ കാണുന്ന ഒരു കവിത നിങ്ങൾക്ക് പരിചയപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഇതോടനുബന്ധിച്ച് മറുപടി പറയാൻ താല്പര്യമാണ്. അതുപോലെ വേറൊരു അനുഭവം എനിക്കുണ്ടായത്, ഞാൻ ബർമിംഗ്ഹാം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ബർമിംഗ്ഹാം എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ ചവിട്ടി നടന്ന BSA എന്ന സൈക്കിൾ ഉണ്ടായിരുന്നു. BSA എന്ന സൈക്കിൾ വളരെ ബാല്യകാലത്തിൽ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നടന്ന ആ BSA സൈക്കിളിൽ അതിന്റെ ഹാൻഡിലിൽ 3 തോക്കിന്റെ സിമ്പൽ ഉണ്ടായിരുന്നു. അപ്പോ കുട്ടിക്കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്താണ് ഈ തോക്ക്, സൈക്കിളിൽ തോക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് ബർമിംഗ്ഹാമിൽ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വളരെ യാദൃച്ഛികമായ ഒരു കമ്പനിയുടെ മുന്നിലെത്തുന്നു. അവിടെ ആ ബോർഡിൽ ബർമിംഗ്ഹാം സ്മോൾ ആംസ് എന്ന് എഴുതിയ ഒരു ബോർഡ് എന്റെ കണ്ണിൽ പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, ലോകയുദ്ധകാലത്ത് ആയുധക്കോപ്പ് നിർമ്മാണശാലയായിരുന്ന ഒരു കമ്പനിയാണ് ബർമിംഗ്ഹാം സ്മോൾ ആംസ്. അപ്പോൾ അവർക്ക് ഈ യുദ്ധത്തിന്റെ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം ഈ ലെയ്ത്തും അവരുടെ മെഷീനറികളൊക്കെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന ഒരു സമയത്ത് അവർ കണ്ടെത്തിയ ഒരു ഉപാധിയാണ് സൈക്കിൾ ഉണ്ടാക്കുക എന്നത്. അത് സൈക്കിൾ കമ്പനിയായി മാറുകയായിരുന്നു. വളരെ കൗതുകകരമായി എനിക്ക് തോന്നി. എന്താ പറയാ, ഉയിരിൽ കൊലക്കൊടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്ന് വലോപ്പിളി മാഷ് പണ്ട് എഴുതിയതുപോലെ, നമുക്ക് എന്തുകൊണ്ട് വെടിക്കോപ്പ് ഇല്ലെങ്കിൽ വെടിക്കോപ്പ് ഉണ്ടാക്കുന്ന, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധ്യതയെ എന്തുകൊണ്ട് വിനോദോപാധിയായി മാറ്റിക്കൂടാ എന്നതിലെ ഒരു കവിതയും പൊളിറ്റിക്സും എന്നെ വളരെയധികം ആകർഷിച്ചു. അത് അങ്ങനെ എഴുതപ്പെട്ട ഒരു കവിതയാണ് മാതൃഭൂമി ആഴ്ചപ്പതിൽ വന്ന BSA SLR എന്ന കവിത. തീർച്ചയായും സമയത്തിന്റെ വാണിംഗ് വന്നു കഴിഞ്ഞു. വേനലവധികൾ വേലിചാടി വേണ്ടാത്തിടത്തു വലിഞ്ഞു കേറി, അഞ്ചറൊട്ടിക്കാത്ത രാജദൂതിൽ ഏന്തി വലിഞ്ഞു തുഴഞ്ഞു നോക്കി, പായലൂന്നുണ്ടമ്പലക്കുളത്തിൽ പാതിരാത്രിക്കു വിഷം കലക്കി, നെഞ്ചുരപ്പിച്ച് മുതിക്കുമുള്ളിൻ നൊമ്പരം ഓർക്കാപ്പുറത്തു നീറ്റി, 8 ജയിച്ച വൈകുന്നേരമമ്മ അച്ഛനോടെന്തോ പരസ്യമാക്കി, വാടക സൈക്കിളിൻ കാശു കട്ട കാരണമെന്നിൽ പുകഞ്ഞു കത്തി, ശിക്ഷ പ്രതീക്ഷിച്ചിരുന്ന കുട്ടിക്കദ്ഭുതത്തിൻ മഞ്ഞലിട്ടു പൊട്ടി, ഫീനിക്സു പക്ഷിതൻ സ്റ്റിക്കറൊട്ടി, BSA SLR വീട്ടിലെത്തി. പുത്തനല്ലെങ്കിലും സ്വന്തമായ പത്രാസു നോക്കി പകച്ചു നിൽക്കെ, ഹാൻഡിലിൻ ചോട്ടിലെ 3 തോക്കിൻ മാന്ത്രിക സിംബലിൽ കണ്ണുമുട്ടി. സൈക്കിളും തോക്കുമായെന്തു ബന്ധം, ചെക്കന്റെ ചിന്തകൾക്കില്ലൊരന്തം. കാലമുരുണ്ടു കളം മുതിർന്നു, ജോലിക്കു ഞാനും കടൽ കടന്നു, വാർവിക്ഷയ ബർമിംഗ്ഹാമിൽ വന്നു, കാൽ വച്ച ഞാണിൽ കളി തുടർന്നു. ജീവിതമേൽപ്പിച്ച സൈക്കിളോട്ടം ആവുമ്പോൾ അപ്പോഴും കൂടെ നിന്നു. ബർമിംഗ്ഹാം ജർമ്മനി ബോംബെറിഞ്ഞു ബന്ധം മുറിച്ചരണ പ്രദേശം, ലോകയുദ്ധങ്ങൾ ഉടച്ചു തീർത്ത ജീവിതം വീണ്ടും പടുത്ത ദേശം. ലയിത്തുമുരുക്കുമായി രാത്രി മഞ്ഞിൻ വേർത്ത കിനാക്കൾ ശയിച്ച ദേശം.
കാഡ്ബറീസ് ഫാക്ടറി 4 നേരം കാപ്പിരിച്ചോര കുടിച്ച ദേശം. നാവുകൾ നീട്ടും നിരത്തുതോർ ഞാനറിയാതെ അലഞ്ഞ നാളിൽ ബർമിംഗ്ഹാം, സ്മോളാംസ് എന്നിപ്രകാരം കണ്ടു പരസ്യ ഫലകവാക്യം. പെട്ടെന്നൊരു കൊള്ളിയാനടിച്ചു, മസ്തിഷ്കമിട്ട് പസിൽ പൊളിഞ്ഞു. പെട്ടെന്നൊരു കൊള്ളിയാനടിച്ചു, മസ്തിഷ്കമിട്ട് പസിൽ പൊളിഞ്ഞു. ഞാൻ അസലായി തിരിച്ചറിഞ്ഞു BSA എന്തെന്ന പാരമാർത്ഥ്യം. തോക്കിന്റെ ചിത്രം കടും ചുവപ്പൻ, സൈക്കിളിൽ വന്ന നിഗൂഢ കൃത്യം. യുദ്ധസാമഗ്രി തൻ അച്ചിൽ വാർക്കാം, സൈക്കിളും സാധ്യമാണെന്ന സത്യം. യുദ്ധസാമഗ്രി തൻ അച്ചിൽ വാർക്കാം, സൈക്കിളും സാധ്യമാണെന്ന സത്യം. താങ്ക് യു. 7 മിനിറ്റ് സമയമാണ് ശേഷിക്കുന്നത്. ഓഡിയൻസിന്റെ ചോദ്യങ്ങൾക്ക് കവികൾ മറുപടി പറയാം. ഞാനിന്നലെ കൃപാമ്പടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു. അതില് കൃപാമ്പടി പറയുന്നത്, ഞാൻ എന്റെ കണ്ണാടിയിലെ നഗ്നതയാണ് ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത്. അപ്പോൾ തന്നെ ഞാനതിലൊരു കമന്റ് ചെയ്തു. ആ കമന്റ് ഞാൻ വായിക്കാം. നഗ്നമേനിയിൽ എന്തിനാണ് ഓടും പാറും തലങ്ങും വിലങ്ങുമായി നമ്മെ ചുറ്റി വരുന്ന ആ ചുറ്റഴിച്ച് വീണ്ടും നമ്മെ നഗ്നരാക്കി ഞങ്ങളുടെ മേനിയിൽ പ്രണയമില്ല കാമത്തിന്റെ രേതസ് തെളിപ്പിച്ച് ആ ക്ഷാരഗന്ധത്തിലേക്ക് കോക്കാനം വരുത്താനി നാം കാട് പുറച്ചവർ സ്വതന്ത്രം. അപ്പോ ചോദ്യങ്ങളൊന്നുമില്ല. കൃപാമ്പടിയുടെ ആറ്റിറ്റ്യൂഡിനോട് യോജിക്കുന്നു. താങ്ക് യു. ആദ്യമായിട്ട് എനിക്ക് പെൺകവി എന്നുള്ള ഒരു സംബോധന വേണോ എന്നുള്ള ഒരു സംശയം തോന്നി. ആൺകവി എന്ന് പറയാത്തിടത്തോളം പെൺകവി എന്ന് പറയണോ, ഒരു ന്യൂട്രൽ എന്തായിരിക്കും എന്നുള്ളൊരു സംശയം ആണ് എനിക്ക് തോന്നിയത്. പിന്നെ കാപ്പിരിച്ചോര ഇത്രയും ഈണമുണ്ടോ എന്നുള്ളതാണ്. അത് ഒരു വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ്. മനോഹരമല്ല, അറിഞ്ഞു കയറുന്നൊരു കവിതയാണ്. ഈ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഇതിനൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ജെൻഡർ എന്തായിരിക്കും കവി എന്നുള്ളത്, പെൺകവി എന്ന് പ്രത്യേകം പറയണോ എന്നുള്ളൊരു സംശയം. അങ്ങനെ പറഞ്ഞാൽ ഞാനാണ് ഈ മെയിൽ പറയില്ല. പിന്നെ ഇപ്പോ ഈ ഷീ എന്നാൽ വരെ സർ എന്നതുപോലുള്ള ട്രാൻസ്ജെൻഡർ പ്രോനൗണുകൾ പോലും നിലവിലുള്ള കാലമാണ്. മലയാളത്തിലേ ഇല്ലാതുള്ളൂ. പെൺകവി എന്ന് പറഞ്ഞ ആ പ്രയോഗം ഞാൻ പിൻവലിക്കാം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ എന്തുകൊണ്ട് പെൺകവി എന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, കവി സമം കവി എന്നുള്ളതാ. കവി എന്ന് പറഞ്ഞാൽ ആൺ പെണ്ണും മാത്രമല്ല, അത് ബൈസെക്ഷൽ ആവാം, ട്രാൻസ്ജെൻഡർ ആവാം, ക്യൂർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു അതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാലമല്ല. നമ്മൾ അത് മറികടന്നെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മറികടക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാപ്പിരിച്ചോരയ്ക്ക് ഇത്ര ഈണുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ കവിത പാടുകയല്ല ചൊല്ലുകയാണ് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടിയാണ് എൻ്റെ ശ്രമം. അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. അത് വിജയിച്ചോ ഇല്ലയോ എന്ന് ഓരോരുത്തർക്കും വൈയക്തികമായിട്ടുള്ള അനുഭവമാണ്. താങ്ക് യു. ചോദ്യമല്ല, ഒരു അഭ്യർത്ഥനയാണ്. വളരെ ഗഹനമായിട്ട് വേണ്ട ഒരു ചർച്ചയെ വിരസമായിട്ട് മാറ്റരുത്. ഈ സർക്കസ് ഗീതത്തിലെ അതിൻ്റെ ആ അവിടെ അറിഞ്ഞിരുന്നല്ലോ, അവർ വാളൊക്കെ വിറ്റ് മണവാൻ പിന്നെ വീണ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസർ ശ്രദ്ധിക്കണം. നാട് അന്തപ്രഹരങ്ങളിലേക്ക് ഇടിലൻ കൊള്ളുക പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്നുള്ള കവിതയിലാണ് നാട് അന്തപ്രഹരങ്ങളിലേക്ക് ഇടിലൻ കൊള്ളുക പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. ഇതാണ് എൻ്റെ ആദ്യ കവിത, അവസാനത്തെ സ്റ്റാൻസ്. ഈ സ്റ്റാൻസിൽ ശരിക്കും നാട് അന്തപ്രഹരങ്ങളിലേക്ക് ഇടിലൻ കൊള്ളുക,
നാട്ടിൽ എന്ത് സംഭവിച്ചാലും നീ എന്ത് ചെയ്യുക, പാടം നീക്കി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി എന്നാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ രാവിലെ വളരെ ആ കഴിഞ്ഞു. നാളെ അംഗപ്രഹരങ്ങളിലേക്ക് കിടിലൻ പോയിട്ട് പാടം നീക്കി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോം കത്തി എറിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുന്നു എന്നുള്ള ഒരു സംഗതി കേൾക്കാണല്ലോ. അതിന് സമാനമാണ് ഇവിടുത്തെ കവികൾ എന്നാണ് എന്ന് വയലാർ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ ആ കവിത എടുക്കാം. അല്ലാതെ പ്രതികരണം വേണ്ട എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ക്യാമ്പസിൽ കമ എന്ന് പറയുന്ന ഒരു സാഹിത്യ കൂട്ടായ്മയുണ്ട്. അപ്പോ അത് സാഹിത്യം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആശംസ വരണം നന്നായി. രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞൊരു കാര്യമാണ് ChatGPT പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാറ്. അപ്പൊ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് ആണ് ഞാനൊക്കെ സ്കൂളിൽ കവിതയെ കുറിച്ച് ഡെഫിനിഷൻ പഠിച്ചത്. അപ്പൊ ഈ ഡെഫിനിഷൻ മാറ്റേണ്ടി വരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാറ്റേണ്ടി വരും. സ്ഥലത്തിലും കാലത്തിലും ഉള്ള ഒരു നിർമ്മിതിയാണ് കവിത. സ്ഥലവും കാലവും മാറുന്നതിനനുസരിച്ച് കവിതയുടെ നിർമ്മിതി മാറേണ്ടി വരും. നമ്മുടെ വേഷം മാറുന്നത് പോലെ, നമ്മളുടെ ഭക്ഷണശീലങ്ങൾ മാറുന്നത് പോലെ, അഭിരുചികൾ മാറുന്നത് പോലെ കാവ്യസങ്കല്പങ്ങളും കവിതയെ സംബന്ധിച്ചുള്ള നിർവചനങ്ങളും ഒക്കെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് ഒരു നിർവചനത്തിന് ഒതുങ്ങാത്ത ഒരു സംഗതിയായിട്ട് അത് തുടരുന്നുണ്ടായിട്ടുള്ളൂ. ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.